കിസാറ്റിൻ്റെ 2025 4th റിയൽ ടൈം അഡ്മിഷനായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയുണ്ട്. ഓൾറെഡി അഡ്മിഷൻ എടുത്തവർക്ക് രജിസ്ട്രേഷൻ ഫീസിൻ്റെ ആവശ്യമില്ല, പക്ഷേ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. പിന്നെ ഓൾറെഡി ഫീസ് അടച്ചവർ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ അഡ്മിഷൻ എടുത്തിട്ട് ക്യാൻസലായി പോയവർക്ക് വീണ്ടും ഫീസ് അടയ്ക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ ക്യാൻസലായത് അക്കാദമിക് എലിജിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ നിങ്ങൾക്കിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, വീണ്ടും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് എലിജിബിലിറ്റി ഇല്ല എന്ന് കാണുമ്പോൾ അത് പിന്നെ കട്ടായി പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്കി എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടല്ലോ, ഈ 500 രൂപ, അത് നിങ്ങൾക്കറിയാമല്ലോ, അഡ്മിഷൻ കിട്ടി കഴിയുമ്പോൾ ഫീസിൽ കുറയ്ക്കും, കിട്ടിയില്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓൾറെഡി അഡ്മിഷൻ എടുത്തവർ ഇത് വേണ്ടാന്നും പറയുന്നുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ഡേറ്റ് ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഫൈലൂടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. 20-21 ഡേറ്റ് ഉള്ളത്. അതിനുശേഷം എന്നാണ് സ്പോട്ടിൽ നിന്ന് ഡേറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക കേട്ടോ, രാവിലെയും വൈകിട്ടും എന്നുള്ള നിലയ്ക്ക് വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ വെന്യൂ പറഞ്ഞിരിക്കുന്നത് കിസാറ്റിൻ്റെ സെമിനാർ കോംപ്ലക്സിലാണ്. പക്ഷേ ഡേറ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടില്ല. സോ അത് നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം. പിന്നെ ഫീസിൻ്റെ കാര്യമാണ്. സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും കോളേജിൽ അഡ്മിഷന് പോയിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അഡ്മിഷൻ സ്ലിപ്പും ഈ പറയുന്നതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, ആ കോപ്പീസൊക്കെ ആയിട്ട് ചെല്ലാം. നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫീസ് അന്ന് തന്നെ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലൂടെ ഫീസ് അടക്കാനുള്ള ആ ഒരു ഇത് അവർ എനബിൾ ആക്കി തരും. അതിലൂടെ നിങ്ങൾക്ക് ഫീസ് അടക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അവിടെ നിന്ന് വേറെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ തരും. അപ്പോൾ ഈ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് കോളേജിലാണെങ്കിലും ഇപ്പോൾ ഇവിടെ കിസാറ്റ് ഒരു NOC അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയണില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ വേറെ കോളേജിൽ അഡ്മിഷൻ എടുത്തേക്കാണെങ്കിൽ അവർ സമ്മതിക്കാറുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളൊരു കണ്ടീഷനിൽ ഒരു അഫിഡവിറ്റൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മേ ബി സമ്മതിക്കായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തേക്കണ കോളേജിൽ അഡ്മിഷൻ സ്ലിപ്പ് ഒന്ന് കയ്യിൽ കരുതിയേക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫോട്ടോ കോപ്പി. സോറി ഫോർ ചില വേർഡ്സ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടത്, സമയക്കുറവുകൊണ്ട് ധൃതിയിൽ. കാരണം കുറച്ച് ദിവസം എനിക്ക് വയ്യായിരുന്നു, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. സോ ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കണ്ടപ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്ക് ഏതൊക്കെ മിസ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന്. എന്തായാലും ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങളോട് വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളത്. എന്നെ മാത്രം അല്ലെങ്കിൽ വേറെ ആരെയും നിങ്ങൾ നോക്കിയിരിക്കരുത്, നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം എന്ന് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. സോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇതൊക്കെ മിസ്സായിട്ടുണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ നേരത്തെ എന്തെങ്കിലുമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, കാരണം ഇപ്പോൾ കിസാറ്റ് റീഫണ്ട് പോളിസി റിവൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കീമിൽ സ്പോട്ടൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അവർ 11/9 വരെ ഫുൾ ഫീസ് റീഫണ്ട് ചെയ്ത് തരും എന്ന് പറയണു. പക്ഷേ നിങ്ങൾ ഓർക്കുക, കിസാറ്റിൽ നിന്ന് ഫീസ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കീമിൽ കൊണ്ടുപോയി കെട്ടാൻ പറ്റില്ല, അത് വേറെ എമൗണ്ട് തന്നെ കെട്ടേണ്ടതായിട്ട് വരും. ഫീസ് നിങ്ങൾക്ക് റീഫണ്ട് 11/9/2025 വരെ തരും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടതെന്ന് ഇതിൽ പറയണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ഒറിജിനൽ ഇല്ലെങ്കിൽ കോപ്പീസും അഡ്മിഷൻ സ്ലിപ്പും, നിങ്ങൾ അഡ്മിഷൻ എടുത്തേക്കുന്ന ആ ഒരു സ്ലിപ്പൊക്കെ കാണിക്കുക കേട്ടോ. ഇവിടെ നമുക്കിപ്പോൾ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ DTL ഒക്കെ പറയണ പോലെ NOC കാര്യങ്ങളൊന്നും പറയില്ല. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത്. സോ നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വേറെ ഇതിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇതിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടോ, നിങ്ങൾ അഡ്മിഷൻ എടുത്തേക്കാണ്, സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ, NOC വേണോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കുക കേട്ടോ. എന്തായാലും ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ NOC ഇല്ല എന്നുള്ള കാരണത്തിൽ നിങ്ങൾ അടുത്തൊക്കെയാണ്, കിസാറ്റിൻ്റെ അടുത്തൊക്കെ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലൊക്കെയാണ്, അല്ലെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ്, ഇനിയിപ്പോൾ കുഴപ്പമില്ല, കുറച്ച് ട്രാവൽ ചെയ്താണെങ്കിൽ നിങ്ങളൊന്ന് വന്ന് നോക്കുക കേട്ടോ. അത് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് കൊടുക്കാം. NOC കിട്ടുമെന്നുണ്ടെങ്കിൽ വാങ്ങുക, കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടാനുള്ള അർഹതയുള്ള ഒരു കുട്ടിയാണെങ്കിൽ വരാതിരിക്കേണ്ട, ചുമ്മാ വന്ന് നോക്കുക. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് മിക്കവാറും വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ടൈം തരും കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.